തൗ തൗ ചൈതന്യമഖ്യം പ്രകടമധുനാ തത്വയം ചൈക്യമാർത്ഥം രാധാഭാവദ്യുതി സുവരളിതം നൗമി കൃഷ്ണസ്വരൂപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ദിവസം 1 സ്കന്ധം 16-ാം അധ്യായം 26 തൊട്ട് ഉള്ള 4 ശ്ലോകങ്ങളാണ്. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. നമ്മൾ അതിന്റെ ബാക്കി എടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് എടുത്ത ഭാഗത്തിനെ കുറിച്ച്, പറഞ്ഞ ഭാഗത്തെ കുറിച്ച് ആർക്കൊന്ന് പറയാം? ഹരേ കൃഷ്ണ. എന്തൊക്കെ കാര്യങ്ങളാണ് ആ ശ്ലോകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? എല്ലാവരും ഓടിപ്പോയോ? ആരുമില്ലേ? പേരുണ്ട് മാതാജി. പക്ഷേ ഭഗവാനെ ശത്രുക്കളെ ആക്രമിക്കാൻ വന്നപ്പോൾ ഭഗവാനെ ചെമ്മരി ആടിന്റെ അതിന്റെ രോമത്തിനിടയിൽ ഒളിച്ചെന്ന് പറയും അല്ലെ? ബദരിയിലെ അല്ലെ? അതുപോലെ ഇവിടെ ആൾക്കാർ ചോദ്യം ചോദിച്ചപ്പോ അവരാരുമില്ല. സർവ ഐശ്വര്യങ്ങളുടെയും നിറകുടമായ ഭൂമി ദുർബലമായ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് പറയുന്നു. പശുവിന്റെ രൂപത്തിലുള്ള ഭൂമി ദേവി കാളയുടെ രൂപത്തിലുള്ള ധർമ്മരാജാവിനോട് ഇപ്രകാരം പ്രവചിച്ചു. എന്നോട് ചോദിച്ചതെല്ലാം അങ്ങേക്ക് അറിയാവുന്നതല്ലേ, ഞാൻ അവയ്ക്കെല്ലാം ഉത്തരം നൽകാൻ ശ്രമിക്കുക. ധർമ്മത്തിന് വന്ന മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. ഭഗവാൻ കൊണ്ടുവന്ന ധർമ്മങ്ങൾ ധർമ്മരാജാവ് നടത്തിക്കൊണ്ടുപോകുന്നു. പിന്നെ ധർമാനുസരണമായ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പം ഭൂമിദേവിക്കുണ്ടായ പ്രയാസത്തിന്റെ കാരണങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകളുടെ ഇവിടെ ധർമ്മമൊക്കെ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഭൂമിദേവിക്ക് ഇത്രയും ദുഃഖമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താ പറയുന്നത്, ഭഗവാന്റെ കരുണയെ കുറിച്ചും ഭഗവാന്റെ പ്രത്യേക ഭാവത്തെ കുറിച്ചും ഭഗവാന്റെ എന്തൊക്കെ ആരാണ് ഭഗവാൻ എന്നതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹരേ കൃഷ്ണ. പിന്നെ ഭഗവാനുള്ള ഗുണങ്ങള്, ഭഗവാൻ ആരാണെന്നും ഗുണങ്ങളെ കുറിച്ചും 40 ഗുണങ്ങൾ ഉണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു വെരി മച്ച് മാതാജി. വളരെ വളരെ സന്തോഷം മാതാജി മുന്നോട്ട് വന്നതില്. വളരെ വളരെ സന്തോഷം മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ഇവിടെ കണ്ടത് ഭൂഗോളത്തെ തവിടുപൊടിയാക്കി അതിലെ കണങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരുപക്ഷെ സാധ്യമായെന്ന് വരാം. പക്ഷേ എന്നാലും ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ നിയന്ത്രിക്കാൻ അതീതങ്ങളെ കുറിച്ച് നിർണയിക്കാൻ പ്രയാസമാണ്. ഭഗവാൻ എന്ത് വേണേലും പറയാൻ നമുക്ക് കഴിയും. പക്ഷേ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ച് ഇത്രയാണ് ഗുണങ്ങളെന്നോ അതിനെക്കുറിച്ച് പറയാനോ നമുക്ക് സാധിക്കയില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അനന്തദേവന്റെ
എന്താണ് 1000 നാവുള്ളൊരു അനന്തനെ നിനക്കാവുമോ ഭഗവാനെ വാഴ്ത്താനെന്ന് ചോദിക്കുന്നത് പോലെ അസംഖ്യം നാക്കുകളാൽ അസംഖ്യം സംവത്സരങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും അതിന്റെ ഒരറ്റത്ത് പോലും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഒരു 40 ഗുണങ്ങളെ കുറിച്ച് മാതാജി ഇപ്പൊ പറഞ്ഞതുപോലെ 40 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനെ തന്നെയും എത്രയായിട്ട് പറയാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ വിശേഷങ്ങളും ഓരോ ഗുണവും വിജ്ഞാനമായാലും ആത്മസാക്ഷാത്കാരമായാലും കൃതജ്ഞതയായാലും അതിനെയൊക്കെ വീണ്ടും വീണ്ടും വിവരിച്ച് ഭഗവാനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിന് അന്ത്യമുണ്ടോ, അത് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ഏതൊരു സന്ദർഭത്തിലും ഭഗവാൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതിനെക്കുറിച്ചൊക്കെ ആരോട് ഏത് രീതിയിൽ പെരുമാറി എന്നതിനെ കുറിച്ച് ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ കേൾക്കുകയാണ്. അപ്പൊ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും സർവ്വവ്യാപിയെന്നും സർവജ്ഞാനിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ സർവത്തിലും ആന്തരികവും ബാഹ്യമായി വർദ്ധിക്കുന്നു. സകലതിലും എന്താണ് ബാഹ്യം. കുന്തിദേവി ഭഗവാനെ നോക്കിയപ്പം ഭഗവാൻ ഇതാ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. കുന്തിദേവിയുടെ മുൻപിൽ ഭഗവാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതാ ഭഗവാൻ ആര് വന്നു ഭഗവാനെ വിളിച്ച എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ അതാ അങ്ങോട്ട് ഓടിപ്പോകുന്നു. അപ്പൊ ഇതെല്ലാം പക്ഷെ എൻ്റെ അടുത്ത് ഭഗവാനുണ്ട്, അത് ഭഗവാൻ അങ്ങോട്ടും പോകുന്നു. അപ്പൊ ആ ഒരു ബിബിൾഡേഡ് ആയി പോയി കുന്തി മഹാറാണി അല്ലേ. അപ്പൊ ഉത്തരയുടെ ദുഃഖം തീർക്കാൻ ഇതാ ഓടിപ്പോയി ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്റെ മുന്നിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതിൽ ഏതാണ് ശരി, എന്താണ് ഭഗവാൻ, ആരാണ് ഭഗവാൻ? ഇങ്ങനെ അത്രമാത്രം ബിബിൾഡേഡായി നിൽക്കുന്ന കുന്തിദേവിയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഒരാഗ്രഹവും ഭഗവാനില്ല. ഭഗവാൻ ആരുടെയും സഹായവും വേണ്ട. പക്ഷേ ഭക്തരുടെ നിഷ്കളങ്ക സേവനത്തിൽ ഭഗവാൻ എപ്പോഴും സന്തോഷിക്കും എന്നാണ് പറയുന്നത്. അപ്പം കൃതജ്ഞതാപൂർവമായ അനുകമ്പ കാണിച്ച് സഹായിക്കുന്നുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടി, ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ആരാണ് ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടി? അതിനപ്പുറത്തൊരു സൃഷ്ടി ഇല്ല. അതാരാണ്? ആർക്കെങ്കിലും അതിനൊക്കെ മുമ്പാണ്. ഭൂമിദേവിയാണ് മാതാജി. അല്ല, ഭഗവാൻ ആദ്യമായിട്ട് താങ്ക് യു പ്രഭു, ഹരേ കൃഷ്ണ. രാധാറാണിയാണ് ഏറ്റവും മനോഹരമായ സൃഷ്ടി എന്ന് പറയുന്നത്. രാധാറാണിയാണ്. അതിനപ്പുറത്തൊരു മനോഹാരിത ഇല്ല. ഭഗവാന്റെ ഉള്ളിൽ നിന്നും ഭഗവാന്റേതായ മനോഹാരിത എല്ലാം പ്രകടമാക്കിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ എടുത്ത് മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ബാഗിനകത്ത് സൂക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതേപോലെ എടുത്ത് വെക്കുകയാണ്. അപ്പൊ അവിടെ ചിലപ്പോൾ നിറവ്യത്യാസം വന്നു കാണും. പക്ഷേ അതുപോലെ അപ്പൊ ഏറ്റവും മനോഹരമായിട്ട് ഭഗവാൻ സൃഷ്ടിച്ച ആദ്യം ഇത് എവിടെയാ പറയുന്നത്? ഗോലോക വൃന്ദാവനത്തിലെ ഭഗവാനെ ആദ്യമായി ആത്മീയ ലോകത്തിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആത്മീയ ലോകത്തിലെ ഏറ്റവും മനോഹര സൃഷ്ടി എന്ന് പറയുന്നത് രാധാറാണിയാണ്. അപ്പം രാധാറാണിയാണ്. അപ്പൊ ആരെങ്കിലും അതിന്റെ പർപ്പോട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. അപ്പം രാധാറാണിയാണ്. രാധാറാണിയുടെ ഹൃദയം കവർന്ന അതിവിശിഷ്ടമായ ഗുണം അഥവാ അതിവിശേഷ സൗന്ദര്യം. അപ്പം എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞു. അപ്പം അതൊരു വേറെ ഒരു വ്യക്തിയായി, എന്റെ ശക്തിയായി എന്റെ കൂടെ നിൽക്കണം. അതാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. ശക്തിമാൻ ഭഗവാനാണെങ്കിൽ ശക്തിയായി വെളിയിൽ നിർത്തി ആരെ? രാധാറാണിയെ. അപ്പൊ എന്നിട്ട് ആ രാധാറാണിയുടെ ഹൃദയം കവരുകയും അതിവിശേഷ സൗന്ദര്യ ഗുണത്തെ അങ്ങനെ പ്രകടമാക്കി കാണിക്കുകയും ചെയ്തു ഭഗവാൻ എന്നുള്ളതാണ്. അപ്പം കാമദേവനെ പോലും മോഹിപ്പിക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. കാമദേവനെ മോഹിപ്പിക്കുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ മോഹിപ്പിക്കുന്ന ആരാണ്? മദന മോഹന മോഹിനിയായി രാധാറാണിയെ പ്രകടമാക്കുകയാണ് ചെയ്തത്. അപ്പം ഭഗവാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മള് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്തൊക്കെയാ? ഐശ്വര്യസ്യ സമുദ്രസ്യ വീരസ്യ യശശ്രീഹ ജ്ഞാന വൈരാഗ്യോശ്ച ഇവ പിന്നെന്താണ്? സന്നംഭക
എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഐശ്വര്യമായ അത് നിറഞ്ഞു നിൽക്കുകയാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ, പിന്നെന്താണ് വീര്യസ്യ, പിന്നെന്താ യശസ്, ശ്രീ ജ്ഞാനം വൈരാഗ്യം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനിലാണ്. പൂർണ്ണമായിട്ട് വേറെ ആരിലുമില്ല എന്ന് പറഞ്ഞു. ഭഗവാനിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ലോകത്തിലെ ഭഗവാനിന്റെ അംശങ്ങളായിട്ടുള്ള സർവർക്കും ഇതെല്ലാം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കും ഇതൊന്നും ഇല്ലാത്തവരായിട്ട് ഇല്ല. അപ്പം ഭഗവാനിൽ മാത്രമേ ഇത് പൂർണ്ണ കലകളായി ഭഗവാനിൽ മാത്രമേ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. എന്തൊക്കെയാണത്? ആർക്ക് പറയാം? ഹരേ കൃഷ്ണ. ഇത് നമ്മൾ പഠിച്ചതായത്. ആർക്ക് പറയാം? സമ്പത്ത്, ഐശ്വര്യം, ശ്രീ, ധനം. സമ്പത്ത് തന്നെയാണല്ലോ ധനം. എന്തൊക്കെയാ? ഐശ്വര്യം അല്ലെ? അത് ആദ്യമേ പറഞ്ഞ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശഃ ശ്രീഹ ജ്ഞാനം വൈരാഗ്യം, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം എന്തൊക്കെയാണ്? ഭംഗി ഒരു ഭാഗത്ത്, ബ്യൂട്ടി, ധനം ഒരു ഭാഗത്ത്, സമ്പത്ത് ഒരു ഭാഗത്ത്, ഫെയിം അല്ലെങ്കിൽ പ്രശസ്തി ഒരു ഭാഗത്ത്, സ്ട്രെങ്ത് അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യം ഒരു ഭാഗത്ത്, പിന്നെ ശക്തി, ആരോഗ്യത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ശക്തി ഒരു ഭാഗത്ത്, പിന്നെ നോളജ് അറിവ് ഒരു ഭാഗത്ത്, അതിനെയും എന്തിനേയും ത്യജിക്കാനുള്ള റിനൗൺസിയേറ്റഡ് ആയിട്ടുള്ള ആ ഭാവവും ഒരു ഭാഗത്ത്. ആർക്ക് പറയാം റിനൗൺസിയേഷൻ അല്ലെങ്കിൽ ത്യാഗത്തിന് ഭഗവാൻ പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്? പോട്ടെ, അതറിയില്ല അല്ലേ? അപ്പൊ എവിടെയാണ് ഭഗവാൻ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ ഇതായിട്ടുള്ള കുടുംബം എത്ര കുടുംബങ്ങളുണ്ടോ അതിനെ മൊത്തം ഇല്ലാതാക്കിയിട്ട് ഭഗവാൻ തിരിച്ച് വേണ്ട, ഇനി അത് റിനൗൺസിയേറ്റ് ചെയ്യുകയാണ്. ഇനി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഭൂമിയിൽ നിലനിർത്തിയിട്ട് പോകുന്നില്ല എന്നുള്ള തൻ്റേതെന്നുള്ള യാതൊരു ഭാവവും അവിടെ കാണിക്കാതെ തൻ്റെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും അങ്ങനെ തുടർന്നു പോകൊണ്ടിരുന്നു. ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതിനെ എല്ലാം മുക്കിക്കളഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് അല്ലേ? അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും റിനൗൺസ് ചെയ്യാനുള്ള ത്യാഗ പരിശീലനം കൂടി അദ്ദേഹം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാൻ പാടില്ല, അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ ആരാണോ ഈ 6 ഓപ്പുലൻസസും പൊസസ് ചെയ്യുന്നത് ആ വ്യക്തി, അദ്ദേഹമാണ് ഭഗവാൻ എന്ന് ആര് പറഞ്ഞു? ആരാ ഇത് പറഞ്ഞത്? പരാശര മഹർഷി എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചെടുത്തിട്ട് ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭംഗിയും ഈ ധനസമവും യശസ്സും ശക്തിയും അറിവും ജ്ഞാന വൈരാഗ്യവും ഇതൊക്കെ വേറെ ആളിലും പൂർണ്ണമായിട്ടില്ല എന്ന് പരാശര മഹർഷിയാണ് പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും എല്ലാം ഉണ്ട്, പക്ഷെ കുറച്ച് ആയിട്ട് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെയാണ് നമ്മള് ഇവിടെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഭൂമിദേവിയും ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഭഗവാൻ എന്താണ്? പരമനിരപേക്ഷനായ പരമദിവ്യോത്തമ പുരുഷനാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. ജീവഗോസ്വാമി കേട്ടിട്ടുണ്ടാവുമല്ലോ, ജീവഗോസ്വാമി, സനാതന ഗോസ്വാമിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ വൃന്ദാവനത്തിലെ ഗോസ്വാമിമാര് ആരൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? വൃന്ദാവനത്തിലെ പ്രധാനപ്പെട്ട ആദ്യം ഉണ്ടായിരുന്ന 6 ഗോസ്വാമിമാര്. സനാതന ഗോസ്വാമി, രൂപഭട്ട ഗോസ്വാമി, രഘുനാഥ ഗോസ്വാമി, പിന്നെ ജീവഗോസ്വാമി. രൂപഭട്ട ഗോസ്വാമി എന്നില്ല, രൂപഗോസ്വാമി, ജഗന്നാഥദാസ ഗോസ്വാമി. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ജീവഗോസ്വാമി സനാതന ഗോസ്വാമിയും സഹോദരന്മാരായിരുന്നു. അപ്പം ജീവഗോസ്വാമി അദ്ദേഹത്തെ എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ കുറിച്ച് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ കുറിച്ച്. നമ്മുടെ ചിന്തയ്ക്കെല്ലാം അപ്പുറത്തുള്ള ഗുണങ്ങളാണ് ഭഗവാനുള്ളത്. അചിന്ത്യമായ ശക്തികളാണുള്ളത്. യോഗേശ്വരനാണ് ഭഗവാൻ, അഥവാ എല്ലാ നിഗൂഢ ശക്തികളുടെയും പരമഗുരുവാണ് ഭഗവാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് സനാതനത്വം, പരമാനന്ദം, വിജ്ഞാനം എന്നിവയാണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ ശാശ്വത സ്വരൂപം തന്നെ. അവിടുത്തെ സ്വരൂപം തന്നെ ഈ 3 കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ്? സനാതനത്വം, വിജ്ഞാനം,
പരമാനന്ദം നമ്മൾ പഠിച്ചു. അതിന്റെ വേറെ 3 പേര് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്ക് പറയാം? സനാതനത്വം, വിജ്ഞാനം, പരമാനന്ദം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സത്ത്, ചിത്ത്, ആനന്ദം അല്ലേ? പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെയാ? പിന്നെന്താ വേറൊരു പേരിലും നമ്മൾ പറഞ്ഞു, അത് പല പേരിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സന്ധിനി, ആഹ്ലാദിനി എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അത് 3 നിറഞ്ഞു നിൽക്കുകയാണ്. സനാതനത്വം, പരമാനന്ദം, വിജ്ഞാനം എന്നിവ അദ്ദേഹത്തിന്റെ ശാശ്വത സ്വരൂപമാണ്. അപ്പൊ പറഞ്ഞാൽ അഭക്തർക്ക് അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് എന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ജ്ഞാനത്തിൽ കൂടി നമ്മൾ ഭഗവാനെ അളക്കാൻ നോക്കുന്നു. അതങ്ങനെയാ, ഇതെങ്ങനെയാ, ഇതിങ്ങനെ ആയത് എങ്ങനെയാ, അത് നടക്കുമോ, അത് എങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേ നമുക്ക് അതിനെ അളന്നെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാന്റെ കഴിവിനെ നമ്മൾക്ക് ഒരിക്കലും അളക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കും. കാരണം എന്താണ്? സനാതനത്വം നിറഞ്ഞു നിൽക്കുന്നു, വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നു, പരമാനന്ദം നിറഞ്ഞു. ഇത് 3ന്റെയും ശാശ്വത സ്വരൂപത്തെ നമുക്ക് എങ്ങനെ അളക്കാൻ കഴിയും? നമ്മൾ അതിന് ശ്രമിക്കുന്നു. അത് അങ്ങനെയാണോ, ഇങ്ങനെയാണോ, എങ്ങനെ വന്നു, ആ രീതിയിൽ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പം വിജ്ഞാനത്തിൽ കൂടി മാത്രമാണ് അഭക്തരായിട്ടുള്ള ആൾക്കാർ ഇതിനെ കാണുന്നത്. പക്ഷേ വിജ്ഞാനത്തിന്റെ ശക്തിമത്തായ ഭാവം, വിജ്ഞാനം നിറഞ്ഞു തുളുമ്പുന്ന ആ ശക്തിമത്തായ ഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിയേണ്ടിയിരിക്കുന്നു. അത് നമുക്കറിയില്ല. നമ്മളിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും ആവശ്യമില്ലാത്തത് വരുന്നെങ്കിൽ എന്തുകൊണ്ടാണത് വരുന്നത്? കാരണം നമ്മൾ അതിനെ അളക്കാൻ നോക്കുന്നു. നമ്മൾ ഒരു അളവ് പോലിട്ട് ഭഗവാനെ അളക്കാൻ നമുക്ക് കഴിയുന്നതല്ല. അതുകൊണ്ടാണ് നമ്മളെ ആത്മീയതയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചെടുക്കുന്നു. സംബന്ധം, അഭിധേയം, പ്രയോജനം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. കാരണം നമ്മളിൽ എപ്പോഴും എളിമയുണ്ടാകണം. നമ്മൾ ആരുമല്ല, നമ്മൾക്ക് ഇതിനൊന്നും കഴിവില്ല. എല്ലാം ഭഗവാൻ തരുന്ന ചെറിയ ചെറിയ കഴിവുകളുണ്ടാണ്. നമ്മളിപ്പോ ഒരു ശ്ലോകം പഠിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, നമ്മളിപ്പോ ഭഗവതത്തിലെ ഒരുപാട് ശ്ലോകങ്ങൾ ഇപ്പൊ ഇതിനോടകം ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ ശ്ലോകത്തിന്റെ കൂടെയും ഭഗവാന്റെ കരുണ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഭഗവാന്റെ കരുണ കൊണ്ടാണ് ഇപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യദുവന്യയാത് ആ ശ്ലോകമൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്തെങ്കിൽ അതിന് കാരണം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്ന കഴിവാണ് നമ്മളെ കൊണ്ടത് ബൈഹാർട്ട് ചെയ്യിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചൈതന്യ മഹാപ്രഭു നിജ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പേരിടിയിൽ സമയത്തിന് മുമ്പായിട്ട് നീലാംബര ചക്രവർത്തി ശശിമാതാവിന്റെ അച്ഛന് ഗർഗമുനിയാണ് അദ്ദേഹമായിട്ട് വന്നതെന്നൊക്കെ പറയുന്നു. അദ്ദേഹം അവിടെ ഭഗവാനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, കുഞ്ഞിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ കണ്ടത്. പല വസ്തുക്കൾ മുന്നിൽ വെച്ചിട്ട് അതിൽ ഏതിന്റെ അടുത്തേക്ക് കുഞ്ഞു പോകുന്നു അതിനനുസരിച്ച് കുഞ്ഞ് വരും എന്നൊരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പല പേരിടുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിനെ ഇങ്ങനെ, അപ്പൊ ഏത് വസ്തുവിന്റെ അടുത്തേക്കാണ് കുഞ്ഞിന്റെ നോട്ടം പോകുന്നത് എന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. അപ്പൊ അവിടെ എന്തൊക്കെ വെച്ചു? കുറെ ബുക്കുകൾ വെച്ചു, ധനം വെച്ചു, സ്വർണം വെച്ചു, അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ വെച്ചു. അപ്പൊ കുഞ്ഞ് നോക്കിയത് എവിടേക്കാണ്? ബുക്കിന്റെ അടുത്തേക്കാണ് നോക്കിയത്. അപ്പം ബുക്കിന്റെ അടുത്തേക്ക് നോക്കിയപ്പോഴേ മറ്റുള്ളവര് പറഞ്ഞു എന്താണ്, അവിടെ ഒരുപാട് വിധത്തിലുള്ള ആൾക്കാർ, വൈഷ്ണവരും അവൈഷ്ണവരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് നോക്കിയപ്പോഴേ കുഞ്ഞ് അങ്ങോട്ട് നോക്കുന്നു, ബുക്കിന്റെ അടുത്തേക്കാണല്ലോ നോക്കിയത് എന്ന് പറഞ്ഞപ്പോ കുഞ്ഞ് ആരായി തീരും? ഒരു വലിയ പണ്ഡിതനായി തീരും എന്ന് അവര് പ്രചരിച്ചു. അഭക്തരെന്ന് പറയാൻ പറ്റില്ല, ഒരു ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവർ, മനസ്സിലാക്കാത്തവര്. ഭഗവാനെ കുറിച്ച് അവർക്ക് അറിയാം, എന്തൊക്കെയോ അറിയാം, പക്ഷെ ഭഗവാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അവരെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു ഇതെന്താണ്, ഒരു വലിയ പണ്ഡിതനായി തീരുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കൂടി നിന്ന മറ്റ് കുറെ വൈഷ്ണവരുണ്ടായിരുന്നു. അവര് വീണ്ടും ഭഗവാൻ എങ്ങടേക്കാണ് മഹാപ്രഭു നോക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു അപ്പൊ ആ ഗ്രന്ഥങ്ങളുടെ അടുത്തേക്കാണ് ആ കുഞ്ഞിന്റെ നോട്ടം. അപ്പോഴേ തീർച്ചയായിട്ടും
അദ്ദേഹം ഒരു ഭാഗവതോത്തമനായി തീരും. അതുകൊണ്ടാണ് ആ ബുക്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, കുഞ്ഞിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു മഹാഭാഗവതനായി തീരും. അപ്പൊ പണ്ട് തന്നെ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവിടെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ തന്നെ ആ കുഞ്ഞ് ആരെയാണ് ശ്രദ്ധിക്കുന്നത്, ആ കുഞ്ഞിന്റെ ഭാവന എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ അവരെ അളന്ന് തിട്ടപ്പെടുത്തി എടുക്കുന്ന ചില കർമ്മങ്ങൾ അവിടൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിന്നെ സംബന്ധം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് സംബന്ധം? ആർക്കെങ്കിലും പറയാമോ? ഓർമ്മയുണ്ടോ? ഇത് പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ. സംബന്ധം, അഭിധേയം, പ്രയോജനം. പറയാമെങ്കിൽ നിങ്ങൾ പറയുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പറയാമോ? ആദ്യമേ നമ്മൾ പഠിക്കുന്നതാണിത്. സംബന്ധം എന്ന് പറയുന്നത് ഭഗവാനും ജീവസത്തയും തമ്മിലുള്ള ബന്ധം എന്താണ്. നമ്മൾ അഥാഥോ ബ്രഹ്മജിജ്ഞാസ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ബ്രഹ്മജിജ്ഞാസയിലൂടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് അറിയാനാകും എന്നുള്ളതാണ്. എങ്ങനെ? ഞാൻ ആരാണ്? എന്താണ് ഈ പ്രപഞ്ചം? നമ്മുടെ മുമ്പിലാണ് പ്രപഞ്ചം നിൽക്കുന്നത്. ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം എന്താണ്? ആരാണ് ഈ ഈശ്വരൻ എന്ന് പറയുന്നത്? ഈശ്വരൻ എന്ന് നമ്മൾ എപ്പോഴും പറയും. ആരാണ് ഈ ഈശ്വരൻ എന്ന് പറയുന്നത്? ഇനി എനിക്കും ആ ഈശ്വരനും തമ്മിൽ എന്തിനാണ് ഞാൻ ഈശ്വരനെ ഡെയിലി വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുന്നത്? ഞാനും ഈ ഈശ്വരനും തമ്മിൽ എന്താണ് ബന്ധം? അപ്പം ഞാൻ ആരാണ്? എന്താണ് ഈ പ്രപഞ്ചം? ആരാണ് ഈശ്വരൻ? ഞാൻ എന്തിനാണ് ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുന്നത്? ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന്, അങ്ങനെ അതിനെക്കുറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച്, പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനത്തെയാണ് സംബന്ധജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ സംബന്ധജ്ഞാനം എന്ന് പറഞ്ഞാല് ഭഗവാനും ജീവസത്തയും തമ്മിലുള്ള ബന്ധം അല്ലേ? അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയും. അപ്പം ജീവിത ലക്ഷ്യത്തിൽ ഞാൻ ആരാണ്, എന്താണ് ഈ പ്രപഞ്ചം, ആരാണ് ഈശ്വരൻ, എനിക്കും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ 4 കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സംബന്ധജ്ഞാനം എന്ന് പറയുന്നത്. അതുപോലെ ഇനിയും അതിനെക്കുറിച്ച് പഠിക്കുന്ന മാർഗം എന്താണ്? അഭിധേയം എന്ന് പറയുന്നു. അപ്പം പരമപുരുഷനുമായുള്ള ബന്ധം മനസ്സിലാക്കിയാൽ, അപ്പം ഭഗവാൻ ആരാണ് എന്ന് ആദ്യം ശ്രദ്ധിക്കുക. ആ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ഭഗവാനെ കുറിച്ച് അല്പമെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഭഗവാനെ കുറിച്ച് അല്പമെങ്കിലും അറിയാൻ ശ്രമിച്ചാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് അഭിധേയം എന്ന് പറയുന്നത്. അപ്പം ഭഗവത് സംബന്ധമായ പ്രവർത്തികൾ അഥവാ ഭക്തിയുത സേവനമാണ് നമ്മളെ എന്ത് പറയാ? അഭിധേയം എന്ന്. അപ്പൊ ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി നമ്മൾ എന്തെല്ലാം മെഷേഴ്സ് എടുക്കുന്നോ അതിനെയാണ് അഭിധേയം എന്ന് പറയുന്നത്. ഇനി പ്രയോജനം എന്താണ്? പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോ നമ്മൾ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞതാണെന്ന് അറിയാമോ? അത് വീണ്ടും ഞാൻ പറയുകയാണ്. ഭഗവത് സംബന്ധമായ പ്രവൃത്തികളിലൂടെ നിർദ്ദിഷ്ട കടമകൾ നിർവഹിക്കുമ്പോൾ നമ്മൾ പരമോന്നത ലക്ഷ്യമായ ഭഗവത് പ്രേമം കൈവരിക്കുന്നു. അപ്പൊ ആ ജന്മസാഫല്യം ഭഗവത് പ്രേമം സിദ്ധിക്കുന്നതോടുകൂടി കൈവരുന്നു. ആദ്യം നമ്മൾ ഭഗവാനും തമ്മിലുള്ള ബന്ധം നോക്കി, അവിടെ എന്താണ് സംബന്ധജ്ഞാനം. ഇനി ആ ബന്ധത്തിനനുസരിച്ച് ഭഗവാനോട് അടുക്കാനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു, അതിനെ അഭിധേയം എന്ന് പറയുന്നു. പിന്നെ ഭഗവത് സംബന്ധമായ പ്രവർത്തികളിലൂടെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മൾ പരമോന്നത ലക്ഷ്യമായ ഭഗവത് പ്രേമം കൈവരിക്കുന്നു. അതിനെ, ആ ജന്മസാഫല്യത്തെ, ഭഗവത് പ്രേമം സിദ്ധിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രയോജനമെന്ന് പറയുന്നു. അപ്പം ഒരു പണ്ഡിതനായാലും ശരി, ഒരു ഭഗവാനെ കുറിച്ച് പണ്ഡിതൻ അറിഞ്ഞില്ല എങ്കിൽ, പണ്ഡിതനാണ് പക്ഷെ ഭഗവാനെ കുറിച്ച് ശരിക്കും അറിഞ്ഞില്ല എങ്കിൽ, ശ്രവണ കീർത്തനാദികളിലൂടെ ആസക്തി നമുക്ക് ജനിക്കുന്നില്ല എങ്കിൽ അവന്റെ പ്രവർത്തനം സമയം പാഴാക്കൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നെ വെറുതെ ഇതും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, സമയം പാഴാക്കുകയാണ്. കാരണം നമ്മളിലേക്ക് ഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ നമ്മളിൽ ആ ഭാവം ഉറയ്ക്കുന്നില്ല എങ്കിൽ, എനിക്ക് അതുമായിട്ട് യോജിക്കാൻ കഴിയില്ല എങ്കിൽ അത് വെറും ടൈം പാഴാക്കൽ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവത് പ്രേമം സിദ്ധിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത് നമ്മൾ ചെയ്യണം. ആർക്കെങ്കിലും പറയാമോ സംബന്ധ, അഭിധേയം, പ്രയോജനം 3 എന്താണെന്ന്? ഹരേ കൃഷ്ണ.
ഇത് പല പ്രാവശ്യം പറഞ്ഞതാ, അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുക. ഭഗവാനും ജീവസത്തയും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നതാണ് സംബന്ധം. ബന്ധം ഭഗവാനും അറിയുന്നത് വ്യത്യാസമല്ല, അവിടെ തെറ്റിപ്പോയി. ബന്ധം, വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയേ, പറയല്ലേ ഒരിക്കലും. ബന്ധം അറിയുന്നതാണ് സംബന്ധം. ഭഗവാനും ഞാനും തമ്മിലുള്ള ബന്ധം, ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചിന്തിക്കുന്നത്. പിന്നെ എന്താണ് പ്രപഞ്ചം, അത് ആ ഒരു ചോദ്യം. പിന്നെ അതന്നെ ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം അറിയുന്നത്, അതിനെ സംബന്ധം എന്ന് പറയുന്നു. പിന്നെ ഭഗവാനെ കുറിച്ച് ഒരല്പമെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നത് അഭിധേയം. അതിനുവേണ്ടി പിന്നെ ചെയ്യുന്ന എന്തെല്ലാം പ്രവൃത്തികൾ നമ്മൾ ഭഗവാനെ അറിയാനായിട്ട് എടുക്കുന്നോ ആ പ്രവൃത്തികളെല്ലാം നമ്മളെ അഭിധേയമെന്ന് പറയാം. അതിലെ പ്രധാന പ്രവൃത്തി ഏതാണ്? ഭക്തിയുത സേവനം. പിന്നെ പ്രയോജനം ഭഗവത് സംബന്ധമായ പ്രവൃത്തികളിലൂടെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവത് സേവനം നമുക്ക് സാധ്യമാകുന്നു. ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയണം, അത് പ്രയോജനം. താങ്ക് യു മാതാജി. ജന്മസാഫല്യം ഭഗവത് പ്രേമം സിദ്ധിക്കുന്നതോടുകൂടി നമുക്ക് കൈവരുന്നു. അപ്പൊ ഭഗവാനോടുള്ള ബന്ധം വളർത്തുക. ജീവിതത്തിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് സാധന അല്പം കുറഞ്ഞു പോയാൽ പോലും അതിനെ നമ്മളെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ മനുഷ്യരാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സാധന അല്പം കുറഞ്ഞു പോകാം. പക്ഷേ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ നമ്മളെ അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പൊ സംബന്ധജ്ഞാനം എന്ന് പറയുന്ന 4 കാര്യങ്ങളെ പ്രധാനമാക്കി 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാ? ഞാൻ ആരാണ്, ഈ പ്രപഞ്ചം എന്താണ്, ഈശ്വരൻ ആരാണ്, തനിക്കും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഇനിയും ചോദിക്കുമ്പോഴും ഇത് പറയാൻ തയ്യാറായിരിക്കണം. കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ, ഈ ഭാഗവതം പഠിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനിയും അപ്പം ജീവഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്, സനാതനത്വം, പരമാനന്ദം, വിജ്ഞാനം എന്നിവ അദ്ദേഹത്തിന്റെ, അതാണ് ഭഗവാന്റെ ശാശ്വത സ്വരൂപം, അത് ആത്മീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഭക്തർക്ക് ഇത് കിട്ടുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവാൻ കാരണസാഗരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഭഗവാൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സുഷുപ്തി യോഗനിദ്ര എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സ്വപ്നാവസ്ഥയിൽ ആ ഭഗവാനിൽ നിന്ന് തന്നെ സൃഷ്ടിയെക്കുറിച്ചുള്ള ആ ചിന്ത വന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു സംഘർഷത്തിൽ നിന്ന് വിഷ്ണു രൂപം എടുക്കുമ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കാരണോർണവശായി വിഷ്ണു വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്റെ ആ സ്വപ്നാവസ്ഥയിൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ പ്രകടമാകുന്നു സൃഷ്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും. അവിടെ ആ മഹത്തത്വം എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ മഹത്തത്വം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇതൊക്കെ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാനിലാത്തിനെ പ്രധാന ഉണ്ടാകുന്നു. ആ പ്രധാനയിൽ നിന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് മാറുന്നു, പ്രകൃതിയിൽ നിന്ന് മഹത്തത്വത്തിലേക്ക് വരുന്നു. ഭഗവാൻ ഇത് 3 പ്രകടമാക്കി തരുന്നു. എന്തൊക്കെയാ? പ്രധാന, പ്രകൃതി, മഹത്തത്വം. ഇത് 3 ഭഗവാനിൽ നിന്ന് കാരണാത്മവശായി വിഷ്ണുവിൽ നിന്ന് പ്രകടമാകുന്നു. ആദ്യമേ പ്രധാന എന്ന് പറയുന്നത് എന്തൊക്കെ എലിമെന്റ്സ് ആണ് നമുക്ക് സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ളത്, ആ ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം പ്രകടമാക്കുന്നു. അതിലേക്ക് സൃഷ്ടിക്ക് കാരണക്കാരനായി സദാശിവൻ പ്രവേശിക്കുന്നു. അവിടെ എന്താണ്? ഭഗവാൻ സദാശിവനായിട്ട് വരുന്നു. അവിടെ പ്രകൃതി പ്രകടമാകുന്നു. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഔട്ട്സൈഡ് പ്രകൃതിയല്ല, സാധനങ്ങളെല്ലാം, ആവശ്യമായ വസ്തുക്കളെല്ലാം പ്രകടമാകുന്നു. അവിടെ നിന്ന് അതിൽ ടൈം എലിമെന്റ് കൂടെ വരുമ്പോഴത്തേക്ക് അത് മഹത്തത്വമായി മാറുന്നു. അപ്പൊ ആരായി ഇത് തരുന്നത്? കാരണോർണവശായി വിഷ്ണുവിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അപ്പൊ പ്രധാന എന്ന് പറഞ്ഞാൽ അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ചേർന്നതിനെ പ്രധാന എന്ന് പറയുന്നു. ആ പ്രകൃതി അതിലേക്ക് പ്രപഞ്ച കാരണമായി ആ ഒരു നോട്ടം ആവശ്യമായി വരുമ്പോഴേക്ക്, സൃഷ്ടിക്ക് ഒരു നോട്ടം ആവശ്യമായി വരുമ്പോഴേക്ക് അവിടെ സദാശിവൻ വരുന്നു. അങ്ങനെ അത് പ്രകൃതിയായി, നമ്മൾ ഇന്ന് ഈ കാണുന്ന പ്രകൃതി അല്ലെന്ന് പ്രത്യേകിച്ച് ഓർത്തോണം. അവിടെ നിന്ന് പിന്നീട് മഹത്തത്വം വരുന്നു. അത് ടൈം എലിമെന്റ് വരുമ്പോഴത്തേക്ക് മഹത്തത്വം വരുന്നു. സൃഷ്ടി ഇങ്ങനെ പുരോഗതി പ്രാപിച്ചു പോവുകയാണ്. മഹത്തത്വം വരുന്നു. ആ മഹത്തത്വം അതിൽ നിന്നാണ് പിന്നീട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഭഗവാന്റെ 3 ശക്തികൾ, ശ്രീശക്തി, ഭൂശക്തി, നീലാശക്തി. അപ്പം ഭൗതിക ലോകം സംരക്ഷിക്കുന്ന ശക്തിയെ
ശ്രീല പ്രഭാതർ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ഭൗതിക ലോകം സൃഷ്ടിക്കുന്ന ശക്തിയെ നമ്മൾ സ്ത്രീശക്തി എന്ന് പറയുന്നു. അതുപോലെ സംരക്ഷിക്കുന്ന ശക്തിയെ സ്ത്രീശക്തി എന്ന് പറയുന്നു. സൃഷ്ടിക്കുന്ന ശക്തിയെ ഭൂശക്തി എന്ന് പറയുന്നു. സൃഷ്ടിയെ സംഹരിക്കുന്ന ശക്തിയെ ശക്തി എന്നും പറയുന്നു. അങ്ങനെ 3 ശക്തികൾ നമുക്ക് തരുന്നു. അപ്പം നേരത്തെ പറഞ്ഞു പ്രകൃതി എങ്ങനെ പ്രധാന പ്രകൃതിയാകുന്നു, പ്രകൃതി മഹത്വത്വമാകുന്നു, അവിടുന്ന് സൃഷ്ടി നടക്കുന്നു, പിന്നെ അതിനെ നമ്മളെ നിലനിർത്തി കൊണ്ടുപോരുന്നു. അപ്പൊ ഇത് നമ്മളെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ എത്ര തരം അവതാരങ്ങളുണ്ട്? എന്തൊക്കെയാ അവതാരങ്ങളുള്ളത്? അവതാരങ്ങൾ ഏതൊക്കെയാണ്? പുരുഷാവതാരം, ഗുണാവതാരം, ലീലാവതാരം. പുരുഷാവതാരം, ഗുണാവതാരം, ലീലാവതാരം, പിന്നെ ആവേശാവതാരം, ശക്തിയാവേശാവതാരം ഇല്ലേ? ആദ്യം ആവേശാവതാരം, പിന്നീട് ശക്തിയാവേശാവതാരം, പിന്നീട് എന്താണ്? വിഭൂതികൾ. ഇത്രയും കാര്യങ്ങളാണ് അതില് ഓരോന്നിലും ഉള്ളത്. അപ്പം ഈ രീതിയിൽ ഭഗവാൻ ഓരോന്നിനെ ഇങ്ങനെ കൊണ്ടുവരും. ആവശ്യമുള്ളപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ചുള്ള അവതാരങ്ങൾ എടുക്കുന്നു. അപ്പൊ ആദ്യം എടുത്തത് ഏതായിരുന്നു? ആദ്യം ഭഗവാൻ എന്താണ് നമ്മൾ പഠിച്ചത്? ശക്തി രാധാറാണി. അത് അവതാരമല്ല, അത് അവതാരമായിട്ടല്ല. പുരുഷാവതാരം എന്ത് ചെയ്യുന്നു? സൃഷ്ടി വേണമെന്ന് കരുതിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? പുരുഷാവതാരം എടുത്തു. ആരൊക്കെയാ പുരുഷാവതാരത്തിൽ വരുന്നത്? ഗർഭോദശായ വിഷ്ണു, കാരണോദശായ വിഷ്ണു. പിന്നെ ഒന്നുകൂടുണ്ടല്ലോ, 2 പറഞ്ഞുള്ളൂ. ക്ഷീരോദകശായി വിഷ്ണു. അങ്ങനെ ആ വിഷ്ണു പിന്നെ വരുന്ന അവതാരം ഏതാ? ഇപ്പൊ പ്രഭു പറഞ്ഞു എന്താ ആദ്യം പറഞ്ഞത്? പുരുഷാവതാരം. പിന്നെ വരുന്ന അവതാരം ഏതാ? ഗുണാവതാരം ആരൊക്കെയാ? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. എന്തിനാണ് ബ്രഹ്മാവ്? എന്തിനാണ്? സൃഷ്ടി നടത്തുന്നതിനും നിലനിർത്തുന്നതിന്, അതുപോലെ സംഹരിക്കുന്നതിന് അവര് 3 പേര്. പിന്നെ ആവേശാവതാരമായിട്ട് ഭഗവത് വരുന്ന അതിനെ തന്നെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഭഗവതാവേശമെന്നും ശക്തിയാവേശമെന്നും തിരിച്ചിട്ടുണ്ട്. ആവേശ രൂപത്തിലെ ഭഗവതാവേശ അവതാരങ്ങളാണ് കപിലദേവനും ഋഷഭദേവനും ഒക്കെ ഭഗവതാവേശമാണ്. ശക്തിയാവേശമായിട്ട് വേറെ അനന്തനെ, അതുപോലെ ബ്രഹ്മാവ്, പരശുരാമന്, ശേഷന്, ഇങ്ങനെയൊക്കെ ശക്തിയാവേശ അവതാരങ്ങളുണ്ട്. 4 കുമാരന്മാര്, നാരദര്, ഇതൊക്കെ ശക്തിയാവേശ അവതാരങ്ങളാണ്. പിന്നെ വിഭൂതികളും ഉണ്ട്. അപ്പം നമ്മള് ഭഗവത്ഗീതയിലെ ചാപ്റ്റർ 10 വിഭൂതികളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല അവതാരങ്ങളും ഭഗവാന് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ മുക്താത്മാക്കൾ 2 വിധമുണ്ട്. ഒന്ന് ഭഗവത് കാരുണ്യം കൊണ്ട് മുക്തരാകുന്നവരുമുണ്ട്, സ്വപ്രയത്നം കൊണ്ട് മുക്തരാകുന്നവരും ഉണ്ട്. അപ്പം ഭഗവത് കാരുണ്യം കൊണ്ട് മുക്തരാകുന്ന ഒരു ഭാഗത്തുണ്ടെങ്കിൽ, പ്രയത്നം ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വെളുപ്പിന് എഴുന്നേറ്റ് സാധനകളെല്ലാം ചെയ്തിട്ട് ആ സാധനയിൽ കൂടി എങ്ങനെയെങ്കിലും ഭഗവാനെ അല്പമെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിക്കുകയാണ് അല്ലെ? അങ്ങനെ നമ്മൾ പ്രയത്നം ചെയ്തുകൊണ്ട് മുക്തരായിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രയത്നത്തിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ മനോഭാവം എന്താണ്, നമ്മുടെ മനസ്സാണ് ശുദ്ധമാണോ എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. നമ്മൾ കുറേ കാണാതെ പഠിച്ചത് കൊണ്ടോ കുറേ വായിച്ചു വെച്ചത് കൊണ്ടോ കുറെ നോളജ് നേടിയോണ്ടോ ആയില്ല. നമ്മുടെ മനസ്സിനകത്ത് ആ പരമാത്മാവ് ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സ് എങ്ങനെയെന്ന് അളന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഭഗവത് അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, ഭഗവാനെ ആഗ്രഹിച്ച ഒരുപാട് പേര്. ചിലര് മകനാകണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ ചിലരെന്താണ്, എനിക്ക് സാധാരണക്കാരാഗ്രഹിക്കുന്ന എന്റെ സർവസ്വമായി ഭഗവാനെ എന്താണ് ഒരു പ്രേമത്തോടു കൂടിയല്ല, ഭഗവാനെ ഐശ്വര്യഭാവത്തിലാണ് കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അപ്പൊ പ്രേമഭാവത്തിൽ ആഗ്രഹിച്ചവരാരൊക്കെയായിരുന്നു? ഭഗവാൻ മകനാകണമെന്ന് ആഗ്രഹിച്ചവരാരൊക്കെയായിരുന്നു? യശോദാമ്മ, ദേവകി മാതാവ്. പിന്നെ അതിനു മുമ്പ് തന്നെ
എന്താണ് പൃഷ്ണിഗർഭനായിട്ട് ഭഗവാൻ വരുന്നുണ്ടല്ലേ? അവരുടെ ആദ്യത്തെ ജന്മത്തിൽ പൃഷ്ണിഗർഭനായിട്ടാണ് പൃഷ്ണിയും സുതപസുമായിട്ട് വരുന്നു. അവരാണ് ആദ്യമായിട്ട് ഭഗവാനെ മകനായിട്ട് കിട്ടണമെന്ന് പറയുന്നത്. അങ്ങനെ പൃഷ്ണിഗർഭൻ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച കണ്ട്, 2 ആഴ്ച മുമ്പ് പറഞ്ഞ പൃഷ്ണിഗർഭനായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവര് തന്നെ വീണ്ടും 3 ജന്മത്തിൽ ഞാൻ നിങ്ങൾക്ക് ഭഗവാൻ മകനായിട്ട് വരുമെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ പിന്നീട് എന്താണ് വന്നത്? അതിഥിയ അല്ലെ കശ്യപനുമായിട്ട് വന്നു. അവിടെ ആരായി ഭഗവാനെ? അവിടെ ഭഗവാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പിന്നീട് ആരായി? ദേവകി. അപ്പൊ 3ാമത്തെ ജന്മത്തിൽ ദേവകിയും ആരാണ്? വസുദേവരുടെയും പുത്രനായിട്ട് വന്നു. അപ്പം യശോദാമ്മ അവിടെ എന്താണ്? യശോദാമ്മ എന്താണ്? സാർവത്രികമായിട്ട് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇതെല്ലാം നേടിയ ആളാണ് യശോദാമ്മ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഈ ഒരു സാധനയിൽ കൂടി അല്ലാതെ തന്നെ അവർ ഭഗവാനെ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പിന്നെ എത്ര പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്, ഒരു ഭക്തനാണെങ്കിൽ അദ്ദേഹം ഒരു സ്വാനിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴേ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കാണാതെ പഠിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി, അപ്പം കുറച്ച് പാല് കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് വെള്ളത്തെ മാറ്റിയിട്ട് പാല് മാത്രം തിരഞ്ഞെടുക്കാൻ കഴിയുള്ള ആളാണ് അല്ലെ സ്വാൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം കാര്യങ്ങൾ ഒരുപാട് പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഭഗവത് സംബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നമ്മൾ ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ജീവഗോസ്വാമി ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ വിശകലനം ചെയ്തിട്ട് ശ്രീകൃഷ്ണനാണ് നിരപേക്ഷ സത്യം എന്ന് കണ്ടുപിടിക്കുകയും അദ്ദേഹമാണ് പരമദിവ്യോത്തമ കൃഷ്ണനെ അചഞ്ചലമായി യാതൊരു ചഞ്ചലവും ഇല്ലാതെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പം ഈ ഭഗവത് സാക്ഷാത്കാരത്തെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ സാധാരണക്കാർക്ക് അറിയുകയില്ല. ഈവൻ നമുക്കറിയാം, ദ്വാരകവാസികള് നിത്യം ഭഗവാനെ ദർശിച്ചിരുന്നെങ്കിലും എന്നും ഭഗവാനെ ദർശിച്ചുകൊണ്ടേ ഇരുന്നെങ്കിലും വീണ്ടും വീണ്ടും ഭഗവാനെ കാണാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ ഉറവിട്ട് നിന്നു. അപ്പൊ അങ്ങനെ ഭഗവാനെ തന്നെ അവരുടെ മനസ്സിൽ വേറൊരു ചിന്തകളും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത നമ്മളെ 2 പഠിച്ചു അല്ലെ? ഭഗവാൻ എവിടെ നിന്നാണ്? ബുദ്ധിദേവിയുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ അവിടെയുള്ള കുറെ സ്ത്രീകളുടെ ആ മട്ടുപ്പാവിൽ നിന്നുള്ള അവരുടെ പ്രാർത്ഥന നിങ്ങള് അത് പഠിച്ചതാണ്. അതോടൊപ്പം തന്നെ പിന്നെന്താണ്? അവിടെ ചെന്ന് കയറുമ്പോൾ ഉണ്ടായ പ്രാർത്ഥന, എവിടെ? ദ്വാരകയിലേക്ക് ഭഗവാൻ ചെന്നെത്തുമ്പോൾ അവിടെ ഉണ്ടായ പ്രാർത്ഥന നമ്മൾ പഠിച്ചു. സ്ത്രീകളുടെ പ്രാർത്ഥനയെ വേദവാക്യങ്ങളെക്കാൾ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി ഭഗവാൻ സ്വീകരിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെ ഭഗവാനെ നിത്യം ദർശിക്കുന്നവർക്ക് പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശരിക്കും കഴിഞ്ഞില്ല എങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് അത്യഗാധമായ സ്നേഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന മുന്നോട്ട് വരുമ്പോൾ ഭഗവാൻ അതിൽ സന്തോഷം കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞു സൃഷ്ടിതത്വങ്ങളെ കുറിച്ച്. ഇപ്പൊ ഇത് ഇന്നുകൊണ്ടെങ്കിൽ ഈ ക്ലാസ് തീർക്കണം. സൃഷ്ടിതത്വങ്ങളെ കുറിച്ചും അവ സഫലമാകുന്നതിനുള്ള കാലത്തെക്കുറിച്ചും പൂർണ്ണാബോധമുള്ള പരമപുരുഷന്റെ വിസ്തരണത്തെയാണ് നമ്മള് മഹത്തത്വം എന്ന് പറഞ്ഞതെന്ന് പഠിച്ചു. ഈ മഹത്തത്വമാണ് മിഥ്യാഹങ്കാരമായി വരുന്നത് എന്ന് പഠിച്ചു. ആ മിഥ്യാഹങ്കാരത്തിൽ നിന്ന് കാര്യം, കാരണം, കർത്താവ് എന്നിങ്ങനെ പ്രകടമാകുന്നു എന്നും ആ മഹത്തത്വത്തിൽ നിന്നാണ് ഈ ഭൗതിക ലോകം ഉണ്ടായിരിക്കുന്നത് എന്നും നമ്മളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ ഭൗതിക ലോകം പ്രകടമായത്? ആദ്യം എന്തൊക്കെയാ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്? അത് ഓർത്തിരിക്കണം. എന്തൊക്കെയാ? പ്രധാന, പ്രകൃതി, മഹത്തത്വം അല്ലേ? മഹത്തത്വം. അപ്പൊ അങ്ങനെ സൃഷ്ടിക്ക് ഒരു ഭാഗത്ത് പ്രാധാന്യം കൊടുക്കുന്നു, ഐശ്വര്യത്തിന് വേറൊരു ഭാഗത്ത് പ്രാധാന്യം കൊടുക്കുന്നു, ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഭാഗത്ത് പ്രാധാന്യം കൊടുക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാൻ ശ്രദ്ധിക്കുന്നു. അതുപോലെ എത്ര അവതാരങ്ങൾ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് വെള്ളച്ചാട്ടത്തിലെ ജലം എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഭഗവാൻ ആവശ്യത്തിനനുസരിച്ച് അവതാരങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും ഭഗവാനെ ഒരുപാട് ആൾക്കാര് ഐശ്വര്യഭാവത്തിലാണ് ഭഗവാനെ കാണാൻ ഇഷ്ടപ്പെടുന്നത്, ഐശ്വര്യഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ ഭഗവാൻ ഏറ്റവും ഐശ്വര്യം വേണ്ടെന്നല്ല, പക്ഷെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭാവം ഏതാണ്? പ്രേമഭാവം. പ്രേമഭാവത്തോടുകൂടി ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെയാണ് ഭഗവാൻ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ നമ്മളെ സൃഷ്ടി വിഷയങ്ങൾ പരിരക്ഷിക്കുന്നതിന് ഭഗവാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം സൃഷ്ടി എവിടെ നിന്നാണ് വന്നത്? ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത് സൃഷ്ടി. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യം ഭഗവാൻ അതിന് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കണം, അവിടെ സത്യനിഷ്ഠനായിട്ട് എപ്പോഴും നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആ സത്യനിഷ്ഠ, ഭഗവാനിലുള്ള സത്യനിഷ്ഠയുടെ 1% നമ്മളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധി നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ മനസ്സ്, അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിനാണ് ഭഗവാൻ അളക്കുന്നത്. നമ്മൾ കൂടുതൽ കാണാതെ പഠിച്ചത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ ആയില്ല, നമ്മുടെ മനസ്സിനെ അളന്നെടുക്കും ഭഗവാൻ പരമാത്മാവായിട്ട് അവിടെ ഇരുന്നു കൊണ്ട്. പിന്നെ അതുപോലെ മറ്റുള്ളവരുടെ നിർഭാഗ്യാവസ്ഥയിൽ നമുക്ക് അവരോട് ദയ തോന്നണം. പിന്നെ ഏറ്റവും പ്രധാനം നമ്മൾ കാണിക്കേണ്ടത്, ക്രോധത്തെ നിയന്ത്രിക്കാൻ നമ്മള് ശ്രമിക്കണം. ക്രോധം വെച്ചുകൊണ്ടിരിക്കാൻ നമ്മള് നോക്കരുത് എന്നുള്ളതാണ്. അക്ഷോഭ്യനായി ഇരിക്കണം. പിന്നീട് ഇതെല്ലാം ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഒരംശമെങ്കിലും നമ്മൾ ഉണ്ടാകണം. പിന്നീട് ആത്മസംതൃപ്തി. നമുക്ക് എന്തെങ്കിലും ഒന്ന് ലഭിച്ചാൽ ഒട്ടും സംതൃപ്തി ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് കാര്യത്തിനും നമുക്ക് അത് കിട്ടി, അത് ഭഗവാന്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ മഹാരാജ എപ്പോഴും പറയുമായിരുന്നു, നമുക്കില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് എന്തുണ്ടോ അതിനെക്കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം മഹാരാജന്റെ വാക്കിതാണ്, ഡോണ്ട് ഫീൽ ഷോർട്ട് ഓഫ് എനിത്തിങ്. ഒന്നിനെ കുറിച്ചും എനിക്കിതില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ട്. എനിക്കുള്ളത് മതി എനിക്ക്. ആ ചിന്തയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പൊ എനിക്ക് കുറവാണ്, അവർക്കുണ്ട്, നമുക്കില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു വളരെയധികം കുറഞ്ഞ മനസ്സോടുകൂടി വെത്താൻ തീരെ മോശമായ മനസ്സുകാരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കൃഷ്ണനൊരു പ്ലാൻ ഉണ്ട്. ഭഗവാന്റെ പ്ലാനിനനുസരിച്ച് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നും, കാരണം എങ്ങനെയാ ഈ പ്ലാൻ എടുത്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്തിനാണ് കൃഷ്ണൻ നമുക്ക് ആരോടേലും പ്രത്യേകതയുണ്ടോ ഓരോ പ്ലാനും തരാനായിട്ട്? എന്താണ് ഈ പ്ലാൻ? എന്തുവാണ് ഭഗവാന്റെ പ്ലാൻ? എങ്ങനെയാ വരുന്നത്? കൃഷ്ണൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് മുൻജന്മ കർമ്മഫലം കൊണ്ട് നമ്മൾ നേടിയെടുത്ത കർമ്മഫലം കൊണ്ടാണ് അല്ലേ? അപ്പൊ നമ്മളെ ആ ഒരു കർമ്മഫലം കൊണ്ട് എന്താണ് ശുദ്ധ ഭക്തന്മാര് പ്രാർത്ഥിക്കുന്നത്? എന്താണ്? നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? അജാതപക്ഷായിവ മാതരം ഖഗാഹ സ്തന്യം യഥാവത്സതരാക്ഷുധാർത്ഥ പ്രിയം പ്രിയേവ വിശ്രുതം വിഷണ്ണ മനോരവിന്ദാക്ഷതി ദൃക്ഷതേത്വം. നമ്മുടെ മനസ്സ് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിട്ട് അജാതപക്ഷായിവ മാതരം ഖഗാഹ എന്ന് വെച്ചാൽ ചെറിയ പ്രാണികൾ എന്ന് വെച്ചാൽ കിളികൾ, അതിന് പറന്നു പോകാനായിട്ട് ഉണ്ടായിട്ടില്ല, ചിറകുകൾ ഉണ്ടായിട്ടില്ല. ചിറകുകൾ ഇല്ലാതിരുന്ന് തൻ്റെ അമ്മ എവിടെയോ പോയി അല്പം തീറ്റി കൊണ്ട് നമ്മുടെ വായിലേക്ക് വെച്ചു തരുന്ന ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ കിളികളെ പോലെ. പിന്നെയോ ആ ഒരു എന്നുവെച്ചാൽ പശുക്കളെ കറക്കുന്നതിനായി അഴിച്ചു വിടുമ്പോൾ കറന്ന് പാലിങ്ങെടുക്കും അല്ലെ? കുട്ടികൾ അതിന് വേണ്ടി എപ്പോഴാണ് നിൽക്കുക, ആ കിടാവ് എങ്ങനെ നിൽക്കുകയാണ്, എപ്പോഴാണ് എനിക്ക് പാൽ കിട്ടുക, എപ്പോഴാണ് എനിക്ക് കിട്ടുക എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന കുട്ടിയെ പോലെ. അല്ലെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ പ്രിയൻ വേറെ എവിടെങ്കിലും പോയിരിക്കുന്ന ഒരു പ്രിയൻ ഇപ്പോൾ തിരിച്ചു വരും എന്ന ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു വളരെ ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെയാണോ കാത്തിരിക്കുന്നത്, ആ കാത്തിരിപ്പ് പോലെ ഞാൻ എൻ്റെ ഭഗവാനെ കാത്തിരിക്കുന്നു. ആ രീതിയിൽ മനസ്സ് വേറൊന്നിലേക്കും വ്യതിചലിച്ചു പോകാതെ ഭഗവാൻ, കാരണം നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, ചെയ്യണ്ട എന്നല്ല, എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ആ കർമ്മങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാതെ നമ്മുടെ മനസ്സ് മുഴുകുവാൻ, ഇങ്ങനെ മനസ്സിനെ മാറ്റി മാറ്റി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. കാരണം ഏത് സമയത്തും മറ്റതിൽ നിന്നല്ല ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കാതെ എൻ്റെ മനസ്സ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഞാൻ ഈ ചെയ്യുന്നതൊക്കെയും ഭഗവാന് വേണ്ടിയാണ്, ഞാൻ ചെയ്യുന്ന ഓരോന്നും എൻ്റെ ഭഗവാൻ എപ്പോഴാണ് എന്നോട് കരുണ കാണിക്കുന്നത്, ആ അജാതപക്ഷായിവ മാതരം ഖഗ എപ്പോഴാണോ അമ്മ എത്തുന്നത് അതുപോലെ എപ്പോഴാണോ എൻ്റെ ഭഗവാൻ എന്നോട് കരുണ കാണിക്കുന്നത്, ഞാൻ ഇതെല്ലാം അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുകയാണ്. ഞാൻ കുട്ടികളെ നോക്കുന്നുണ്ട്, വീട് സംരക്ഷിക്കുന്നുണ്ട്, ഭർത്താവിനെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ നോക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം
എപ്പോഴാണോ എൻ്റെ ഭഗവാൻ, എൻ്റെ അമ്മ എന്നെ എപ്പോഴാണ് എനിക്ക് ആഹാരം തരുന്നത്, അതുപോലെ എൻ്റെ ഭഗവാൻ എപ്പോഴാണ് എനിക്കൊരു കരുണ കാണിക്കുന്നത്, അതിനു വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയിലായിരിക്കണം നമ്മുടെ മനസ്സാക്കി എടുക്കേണ്ടത്. അത് ഒരു നിമിഷം കൊണ്ട് വരില്ല. നമ്മൾ കഥകളും, അതിനാണ് ഈ ഭഗവത് ഭക്തരുടെ കഥകളും അതുപോലെ ഈ സംബന്ധം, പ്രയോജനം, ആഭിധേയം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതും. ഇതിൽ കൂടി നമ്മൾക്ക് ഭഗവാനെ നേടിയെടുക്കാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നതും. അങ്ങനെയായിരിക്കണം നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ആത്മസംതൃപ്തി വേണം, സത്യസന്ധനായിരിക്കണം, മനസ്സംയമനം, മനസ്സിന് ചാഞ്ചല്യം വരരുത്. അത് വിധം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് നമുക്ക് ഓഫീസിൽ കാണും. ഒരുപാട് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം. അപ്പൊ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളിൽ മനസ്സിനെ ചഞ്ചലമാക്കി നിർത്താതെ, എന്തായാലും പ്രശ്നം വരും, പ്രശ്നമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇതോടുകൂടി നമ്മളെ അതിനെ കാണാൻ ശ്രമിക്കുക. അവിടെ തളർന്നു പോകാതിരിക്കുക, മനസ്സാഞ്ചല്യം ഇല്ലാതിരിക്കുക. അതുപോലെ അത് അടുത്തതാണ് ഏറ്റവും പ്രധാനം, ഇന്ദ്രിയ സംയമനം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു കാര്യം ഇന്ദ്രിയങ്ങളാണല്ലോ. അപ്പൊ ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ അഴിച്ചു വിടരുത്. നമ്മളിപ്പോ ഓണമായിരുന്നു, ഓണസമയത്തൊക്കെ നമ്മുടെ മനസ്സ് എന്തിലെല്ലാം ചെന്ന് ചാടും. പക്ഷെ അതിനെ ഇന്ദ്രിയ സംയമനം നമുക്ക് വേണം. അതുപോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ കുടുംബത്തിൽ ഒരു അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സഹോദരിയായിരിക്കാം. പക്ഷെ അവിടെയെല്ലാം നമുക്ക് ഉത്തരവാദിത്വം അവിടെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം എനിക്ക് പരമപ്രധാനമായ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. ഭഗവാൻ ഇതെല്ലാം വെച്ച്, നമുക്കറിയാം ദ്വാരകയിലേക്ക് ഭഗവാൻ ചെന്നിട്ട് അവിടെ ഭഗവാനെ കുറിച്ച്, ഭഗവാൻ അവിടെ ജീവിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ച് 16,108 ഗ്രഹങ്ങളിലും ഭഗവാൻ എങ്ങനെ ജീവിച്ചിരുന്നു, ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് അങ്ങനെ പോയിരുന്നു. അപ്പൊ അവിടെയൊക്കെയും ഭഗവാന്റെ മനസ്സിൽ ഇതിലൊന്നും പെട്ടുപോകുമായിരുന്നില്ല. ഭഗവാൻ എപ്പോഴും താൻ ആരാണ് എന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ആ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ. അതും പിന്നെ സമഭാവം, അതും ഭഗവാനിൽ ഉണ്ടായിരുന്നു. പിന്നെ സഹനശക്തി, അതും എന്തെല്ലാം പ്രശ്നം വന്നു. ശിശുപാലനെ 100 പ്രാവശ്യം ഭഗവാനെ കളിയാക്കി ശിശുപാലന്റെ അമ്മയ്ക്ക് കൊടുത്തിരുന്ന വാക്ക് എന്താണ്? 100 പ്രാവശ്യം അവൻ എന്നെ ചീത്ത പറയുമ്പോൾ 100ാമത്തെ പ്രാവശ്യം ഞാൻ അവനെ വധിച്ചിട്ട് അതുവരെ ഞാൻ ശ്രമിക്കും. സഹനശക്തിയോടുകൂടി ഇവിടെ എല്ലാം വെച്ച് ശിശുപാലൻ ഭഗവാനെ കളിയാക്കാമോ, അവിടെ എല്ലാം വെച്ച് എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ആ കൊടുത്ത വാക്കനുസരിച്ച് ഭഗവാനിലേക്ക് തന്നെ എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ് സഹനശക്തി, പിന്നെ സമചിത്തത മനസ്സിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ വിശ്വസ്തതയുണ്ടായിരുന്ന ആളായിരുന്നു. പിന്നെ വിജ്ഞാനം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മസാക്ഷാത്കാരം ആണ്. ഇന്ദ്രിയാസ്വാദനങ്ങളിൽ യാതൊരു ആസക്തിയും ഇല്ലാത്ത ആളായിരുന്നു. പിന്നെ നേതൃത്വ ഗുണം, പിന്നെ ധീരോദാത്തത എന്നുവെച്ചാൽ പരാക്രമം എന്നുവെച്ചാൽ ഓരോന്നിലും നമുക്ക് 18 പ്രാവശ്യം ജരാസന്ധനുമായിട്ടുള്ള ഇല്ലേ, അവിടെയും ആദ്യമൊക്കെ ജരാസന്ധനെ തോൽപ്പിക്കും, വീണ്ടും വിട്ടുകൊടുത്തേച്ചു പോകും. എന്തിനാണ്? ഒരു കൊച്ചു കുഞ്ഞിനായിട്ട് കളിപ്പിക്കുന്നത് പോലെയാണ് ജരാസന്ധനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ. അവസാനം അതെങ്ങനെയാണ് ജരാസന്ധനെ എടുക്കേണ്ടതെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. അങ്ങനെ ഭഗവാൻ ജരാസന്ധനെ വധിക്കാൻ കാരണമാക്കി നിൽക്കുകയും ചെയ്തു. പിന്നെ നേതൃത്വ ഗുണം, പിന്നെ പരാക്രമം, അതുപോലെ സ്വാധീനശക്തി, എന്തും സാധ്യമാക്കാനുള്ള ശക്തി. അപ്പം അവസാനം നമുക്കറിയാം എന്താണ്, പാണ്ഡവർക്ക് രാജ്യം കൊടുക്കുന്ന അവസരമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഏതെല്ലാം രീതി ഏറ്റവും മോശമായ പ്രദേശമാണ് പാണ്ഡവർക്ക് കൊടുത്തത്. അപ്പൊ പാണ്ഡവർ പറഞ്ഞു, ഇത് എന്തിനാണ് നമുക്ക് തന്നത്, നമുക്കിതുകൊണ്ട് പ്രയോജനം എന്താ? അപ്പോഴും കൃഷ്ണൻ എന്ത് പറഞ്ഞു? അതിന്റെ വാല്യൂവിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിനുവേണ്ടി ഭഗവാൻ കൂടി അവരോടൊപ്പം ചേർന്ന് ആ ഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. പിന്നീട് അതുപോലെ പരിപൂർണമായ സ്വാതന്ത്ര്യം ഭഗവാൻ ഉണ്ടായിരുന്നു, നിപുണത ഉണ്ടായിരുന്നു, സർവസൗന്ദര്യ പൂർണ്ണത ഉണ്ടായിരുന്നു. അതുപോലെ പ്രസന്നഭാവം, മുഖത്ത് ഒരിക്കലും ദേഷ്യം വരാത്ത പ്രസന്നഭാവം അദ്ദേഹത്തിൽ നിലനിന്നിരുന്നു. അപ്പൊ എന്തെല്ലാം പ്രശ്നം വരുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖമേ മാറും, നമ്മൾ വളരെയധികം വിഷമിക്കും. അതൊന്നും ഭഗവാൻ കാണിച്ചിരുന്നില്ല. പിന്നെ ജീവികളോടുള്ള ദയാലുത്വം, പിന്നെ സാമർഥ്യം, പിന്നെ ഭഗവാന് കിട്ടിയത് പ്രത്യേകിച്ചും ഒരു കുലീന ജനനമാണ് ഭഗവാന് കിട്ടിയത്. എന്നിട്ടും ഭഗവാനെ എന്ത് ചെയ്തു? അവിടെ നിന്നും കൊണ്ടുപോയെങ്കിലും ഭഗവാൻ അതിലൊന്നും അഫക്റ്റഡ് ആയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മഹാമനസ്കത അഥവാ ഉദാരത, നിശ്ചയദാർഢ്യം,
സർവവിജ്ഞാനത്തിലും പരിപൂർണത, പിന്നെ യുക്തമായ നിർവഹണം, അതുപോലെ ഏതൊരു വിഷയങ്ങളുടെയും അധികാര പരിധി അവിടെ ഉണ്ടായിരുന്നു. ഇനി എന്തായാലും ഹർഷത്തോടുകൂടിയ ഭഗവാനെ ആരും കണ്ടിട്ടുള്ളൂ. അതുപോലെ സ്ഥിരത, മനസ്സിന്റെ സ്ഥിരത, യശസ്, പിന്നെ ആരാധന, ഇല്ലായ്മ, ഇതെല്ലാം ഭഗവാനിൽ നിറഞ്ഞു നിന്നിരുന്നു. അസ്തിത്വം, സനാതനത്വം, ഇവയെല്ലാം ഭഗവാനിൽ നിറഞ്ഞു നിന്നിരുന്നു. ആരാണ് ഇതെല്ലാം പറയുന്നത്? ഇത്രയും കാര്യങ്ങള് നമ്മളാണോ? ഇവിടെ ആരുടെ പ്രാർത്ഥന ഇതൊക്കെ? ഭൂമിദേവി പറയുന്നതാണ്. ഭൂമിദേവിയാണ് ഇതെല്ലാം. ഇതിന്റെ കാര്യങ്ങളെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനിൽ നിൽക്കുന്നു. ആ ഭഗവാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഭൂമിദേവി അസ്വസ്ഥയായത് എന്ന് പറയുകയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മള് ഇത്രയും 40 ഗുണങ്ങളെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി? ഭഗവാന്റെ ശക്തികൾ എന്തൊക്കെയാണ്, ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിയെ കൊണ്ടുവരുന്നത്, സൃഷ്ടിതത്വങ്ങളെ കുറിച്ചും അവ സഫലമാകുന്നതിനുള്ള കാലത്തെക്കുറിച്ചും പൂർണ്ണാവബോധമുള്ള പരമവിഷ്ണുവിന്റെ സമഗ്ര വിസ്തരണമാണ് മഹത്തത്വം എന്ന് നമുക്ക് പ്രഭാതര് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മളെ 2 തരത്തിൽ നമ്മൾക്ക് ഭഗവാനെ ആരാധന നടത്താനുള്ള ക്രമമുണ്ട്. അതിലേതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? ഏതൊക്കെയാ 2 തരത്തിലുള്ളത്? പഞ്ചരാത്രം, കീർത്തനം. അതെ, നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ. പറഞ്ഞോളൂ മാതാജി. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ദണ്ഡാസ്യം, സഖ്യം, ആത്മനിവേദനം. അങ്ങനെ നമ്മള് ഭഗവാന് വേണ്ടി ഭഗവാനെ മനസ്സിലാക്കാൻ ഓരോ സ്റ്റെപ്പ് കയറി പോകുന്നു. നമ്മൾ ഭഗവാനെ 2 രീതിയിലാണ്. ഒന്ന് ഭാഗവതധർമ്മം അനുസരിച്ചും പഞ്ചരാത്ര വിധി അനുസരിച്ചും ഭഗവാനെ നമുക്ക് ആരാധിക്കാൻ കഴിയും. അതിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഭാഗവതധർമ്മം അനുസരിച്ചാണ് നമ്മള് കാര്യങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ട്? ഭഗവാനോടുള്ള പ്രേമഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ നമ്മുടെ ഈ രീതിയിൽ കാണുന്നത് പ്രേമഭാവത്തിൽ. ഐശ്വര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അവരാണ് ഒരുപാട് ഭഗവാന്റെ അടുത്ത് നിന്ന് അകന്നു നിന്നുകൊണ്ട് ആരാധിക്കുന്നവരും അടുത്തു നിന്നുകൊണ്ട് ആരാധിക്കുന്നവരും. അതുകൊണ്ടാണ് അപ്പം ഭഗവാനെ ഭാഗവതധർമ്മം അനുസരിച്ച് നാം പൂജ നടത്തുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം ക്ഷത്രിയ സാരഥികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ സൃഷ്ടി വിഷയങ്ങളെ എങ്ങനെ ഭഗവാൻ പരിരക്ഷിക്കുന്നു എന്നിവിടെ പറഞ്ഞു തന്നു. ഭഗവത്കരങ്ങളാൽ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവത്കരങ്ങളാൽ വധിക്കപ്പെടുന്നവർക്കും മോക്ഷം പ്രദാനം ചെയ്തു. പിന്നെ ഭൗതിക ശക്തിയെ നിയന്ത്രിച്ചു. അതിന്റെ ഒരു സ്വിച്ച് അദ്ദേഹമാണ് ഭൗതിക ശക്തിയുടെ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ശ്രീലപ്രഭു പറഞ്ഞിട്ടുണ്ട് 9:10 ഭഗവത്ഗീത, മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിവിടെ നിർത്തുകയാണ്. ഈ ശ്ലോകം ഇന്നുകൊണ്ടിവിടെ അവസാനിപ്പിച്ചു. ഹരേ കൃഷ്ണ. അതൊന്ന് കുറേ കാര്യങ്ങള് ശ്രീലപ്രഭു പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു. ഹരേ കൃഷ്ണ.